എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. വളരെ സീരിയസ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. വളരെ സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ ബാധിക്കുന്ന, നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ കാശ് നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. കഴിഞ്ഞ വീഡിയോ രേഷ്മ പി തങ്കച്ചിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയ കാര്യമാണ്. ഈ വിഷയം നമ്മൾ സംസാരിക്കേണ്ടതാണ്. സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ റിയാക്ഷൻ വ്ളോഗർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതായി പോകും. ഇന്നലെ ഒരാൾ സംസാരിച്ച ഒരു കാര്യമാണ് അവർക്ക് നഷ്ടപ്പെട്ട കുറച്ച് കാശിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ നഷ്ടം വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരെന്ന് പറയുന്നത് പേരാണ് ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി. ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. ആ സ്ക്രീൻഷോട്ടിനകത്ത് ഇവർ ഡിഗ്രി, ഡിപ്ലോമ, ബിടെക്, PG പോലുള്ള കോഴ്സുകൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. ഒപ്പം 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, എക്സാം നടത്തി കൊടുക്കും. അതിനുള്ള കാശ് ഇവർക്ക് കൊടുത്താൽ മതി. ഇതാണ് ഇവരുടെ ഡീറ്റെയിൽ. ഞാൻ ഈ പ്രൊഫൈൽ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഈ പ്രൊഫൈലിലേക്ക് നമ്മൾ തിരിച്ചു വരാം. നമുക്ക് ആദ്യം ഇവരുടെ ഒരു പരസ്യം കണ്ടു നോക്കാം. എന്താണ് ഇവർ പറയുന്നത്, ഈ കോഴ്സിനെ കുറിച്ച് ഇവരെന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഓപ്പൺ എഡ്യൂക്കേഷനും ഓൺലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് കാണുന്നുണ്ട്. നമ്പർ 1, ഡ്രോപ്പ് ഔട്ട് റേഷ്യോ. വെരി ഹൈ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ. നമ്മൾ പലരും കോളേജ് സർവൈവ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും ലൈബ്രറിയും കമ്പൈൻഡ് സ്റ്റഡിയും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊന്നുമില്ലാതെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ മിക്ക ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റാതെ അവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ വേറൊരു ഡിസഡ്വാൻറ്റേജ് അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. ഓപ്പൺ എഡ്യൂക്കേഷനിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും അഡ്മിഷൻ ക്രൈറ്റീരിയ വളരെ ലിബറൽ ആണ്. നിങ്ങൾ ഏത് ബോർഡിൽ നിന്ന് പഠിച്ചു, നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്, ഇതൊന്നും മിക്കവാറും ചെക്ക് ചെയ്യുന്നില്ല. സോ ഹയർ ചെയ്യുന്ന സമയത്തും ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്തും ഇതൊരു ചലഞ്ച് ആവാം. ദ തേർഡ് തിങ് ഇസ് മൈഗ്രേഷൻ. നിങ്ങൾ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. കാരണം മിക്ക രാജ്യങ്ങളും ഒരു ഡിഗ്രിക്ക് കൺസിഡർ ചെയ്യുന്നത് 120+ ക്രെഡിറ്റ്സ് ആണ്. എന്നാൽ ഓപ്പൺ എഡ്യൂക്കേഷനിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും 90 ക്രെഡിറ്റ്സ് ആണ് ഡിഗ്രിക്ക് ഉണ്ടാവുക. സോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് യു മൈറ്റ് ഫോൾ ഷോർട്ട്. ഇതെല്ലാം UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡ്സ് ആണ്. നിങ്ങളുടെ ഗോൾസും ലൈഫ് സ്റ്റൈലിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇവർ കൊടുക്കുന്ന ഒരു അഡ്വൈസ്. ഈ അഡ്വൈസ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു വിശ്വാസ്യത തോന്നും. അവർ ഇവിടെ ജോയിൻ ചെയ്യും. ഇവരുടെ പല വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്നോട് സംസാരിച്ച ആ കുട്ടിക്ക് ഉണ്ടായ ഒരു പ്രശ്നം ചോദിച്ചാൽ, ആ കുട്ടി 10ൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് പോയത്. അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനാണ് പോയത്. സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷേ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് എവിടെയും ഒരു ജോലി കിട്ടുന്നില്ല. ഇതാണ് സത്യം. ഇതിനു വേണ്ടി ഈ കുട്ടി ഈ ടീമിനെ കോൺടാക്ട് ചെയ്തു. ഇതിന് ശേഷം ഈ കാര്യം പറയാൻ വേണ്ടി അവർ ഫോൺ എടുക്കുന്നില്ല. ജന്മം പോയ ഫോൺ എടുക്കുന്നില്ല. നമുക്ക് ആ കുട്ടിക്ക് പറയാനുള്ള കേൾക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന പ്രൊഫൈലിൽ ഇവരുടെ ഈ ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി എന്ന് പറയുന്ന ആ പേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവർ പറയുന്നു, ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി ഇന്ത്യസ് ടോപ്പ് ചോയ്സ് ഫോർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എഡ്യൂക്കേഷൻ. ഇതാണ് അവർ അവകാശപ്പെടുന്നത്. 500-ൽ പരം, അതായത് 500+ പോസിറ്റീവ് റിവ്യൂസ്. ഓക്കെ, 2000+ സ്റ്റുഡൻറ്റ് സക്സസ് ജേണി. ഇതാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, 2000 സക്സസ്ഫുൾ ജേണി, അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ ഒരു വിജയം കൈവരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, അത്രയും ആൾക്കാർ വിജയം കൈവരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 465 ഫോളോവേഴ്സ് ഉണ്ടാവത്തുള്ളൂ. എന്തായാലും ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്ന ആൾക്കാരെ കൊണ്ട് ഇവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യിപ്പിക്കുമല്ലോ. 465 ഫോളോവേഴ്സ് മാത്രമാണ് ഇവരുടെ അക്കൗണ്ടിലുള്ളത്. 107 പോസ്റ്റുകളുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇവരുടെ പോസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പോസ്റ്റുകളൊന്ന് ചെക്ക് ചെയ്യാം. ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി ഇവിടെ താഴെയുണ്ട്. ഇവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഡിഗ്രി, ഡിപ്ലോമ, ബിടെക്, PG ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. 466, 65 എന്നുള്ളത് ഇപ്പോൾ 66 ആയി. ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി ഇന്ത്യ ടോപ്പ്, ആ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സക്സസ് സ്റ്റോറീസ്, കോൾ, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ നമ്പറിൽ ജന്മം പോയാൽ വിളിച്ചെടുക്കത്തില്ല. ഇത് ആഡ് ചെയ്തേക്കുന്ന ആൾക്കാരെ നോക്കിക്കേ. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിൻ്റെ ആഡുകൾ ചെയ്തേക്കുന്നത്. ഇത്രയധികം പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റുകൾക്കൊക്കെ റീച്ച് നോക്കിയേ. 546, 511, 534, 22.7 ഇങ്ങനെ കുറേ ആൾക്കാർ വ്യൂ പോയിട്ടുള്ള പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ പ്രൊഫൈൽ. ഇവരുടെ പ്രൊഫൈൽ കയറുമ്പോൾ തന്നെ ഇവരുടെ ഉടായ്പ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് 2000-ൽ പരം സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് പറയുന്നത്. അവിടെ പക്ഷേ 465 ഫോളോവേഴ്സേ ഉള്ളൂ. അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇനി നമുക്ക് ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണ്, ആ കുട്ടിക്ക് സംഭവിച്ചത് അതൊന്ന് കേട്ട് നോക്കാം. ഈ പെൺകുട്ടിയുടെ പ്രൈവസിയെ മാനിച്ച് ഞാൻ ആ വോയിസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റിയ വോയിസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഇതിനകത്ത് 3 വോയിസ് കേൾക്കാം. ഒന്ന് ഈ പെൺകുട്ടിയുടെ, 2 ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള 2 സ്റ്റാഫുകളുടെ. ആ സ്റ്റാഫുകൾ എന്താണ് ഇവരോട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യം ഇവർ അപ്രോച്ച് ചെയ്തപ്പോൾ സംസാരിച്ച സ്റ്റാഫും, രണ്ടാമത് ഇവർ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ സംസാരിക്കുന്ന സ്റ്റാഫും രണ്ട് പേരാണ്. നമുക്ക് അതുകൂടെ ഒന്ന്
കേൾക്കാം. ഇങ്ങനെ 3 വോയിസ് ആയിരിക്കും നിങ്ങൾ ഇതിൽ കേൾക്കുന്നത്. കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ സഹിച്ച് കേട്ടേ പറ്റുള്ളൂ. ഇത് നമ്മളെല്ലാവരെയും, നമ്മുടെ എല്ലാവരുടെയും മക്കളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പൈസ നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കൂ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. കേൾക്കാം. കോഴിക്കോട് ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാദമിയിൽ ഞാൻ 10ാം ക്ലാസ്സും +2 എക്സാം എഴുതി. അത് എഴുതാനുള്ള കാരണം എനിക്ക് ECNR പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് ECNR പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ബോർഡ് ഏതാ? അപ്പം അവരെല്ലാം പറഞ്ഞു UK പോകാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഇവരെനിക്ക് പരിചയം ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു അക്കാദമിയെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഞാൻ അവരെ അക്കാദമിയിൽ പോയി അഡ്മിഷൻ എടുത്തു. ഏകദേശം ഒരു 10-55 മുകളിൽ എനിക്ക് അവിടെ തുക അടയ്ക്കേണ്ടി വന്നു. പക്ഷെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നു. ഇനിയിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകാൻ നോക്കുമ്പോഴും എനിക്കത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോഴും അവിടെ എടുക്കുന്നില്ല. അപ്പം ആകെ വിഷമത്തിലായി. അങ്ങനെ ഞാൻ കോഴിക്കോട് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ച് പോയപ്പോൾ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല, അത് പൂട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർ വീണ്ടും വീഡിയോ ചെയ്ത് ഇതേപോലെ ഒരുപാട് ആൾക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പം എന്താ എനിക്കറിയില്ല, ഇത് നിയമപരമായിട്ട് പോകണോ എന്താ ഒന്നും എനിക്കറിയില്ല, എങ്ങനെ ഇത് ചെയ്യണമെന്നൊന്നും. അപ്പം എൻ്റെ പൈസ എന്തായാലും നഷ്ടപ്പെട്ടു. അപ്പം ഇനി വരുന്ന ആൾക്കാരുടെ പൈസ ഒന്നും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ. അപ്പം അവർ ലാസ്റ്റ് ടൈമിൽ ഞാൻ ഇത് വാങ്ങാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു, പൈസ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് എവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. അവർ ഭയങ്കര നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ പൈസ വാങ്ങിയത്. അപ്പോൾ അവർക്കറിയാം ഇത് പൂട്ടാൻ പോകുന്ന കമ്പനിയാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് പൈസ അടിച്ച് മാറ്റണം എന്നുള്ള ഒരു ഇതായിരിക്കണം അവർക്ക്. കേട്ടല്ലോ, ഈ പെൺകുട്ടി എന്ന് പറയുന്നത് മാരീഡ് ആണ്. അപ്പോൾ ഈ കുട്ടി, ഞാൻ ആ കുട്ടിയുടെ ഹസ്ബൻഡിനോട് സംസാരിച്ചു. ആ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇവരിത് ജോയിൻ ചെയ്തത്. ഓൺലൈൻ കോഴ്സാണ്, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇവർക്ക് പറ്റിയൊരു അബദ്ധം, ഇവർ അവിടെ പോയി അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്ക് ജെന്യൂനായിട്ട് തോന്നി. അങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്. 55,000 രൂപയോളം കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വെക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് 18,000 രൂപയുടെയാണ്. കാരണം ബാക്കി സ്ക്രീൻഷോട്ടുകൾ അവർക്ക് കളക്ട് ചെയ്യാനുള്ള സമയം വേണമെന്ന് പറഞ്ഞു. അവരുടെ ബ്രദറാണ് ഈ ക്യാഷൊക്കെ അടച്ചത്. ഇതാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് അവർ കൊടുത്ത ഒരു എമൗണ്ട്. ബാക്കി എമൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി എവിഡൻസ് കിട്ടുന്ന മുറയ്ക്ക് ഞാനത് കാണിക്കാം. ഇവരോട് ഞാൻ നിയമത്തിൻ്റെ വശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി അവർ അത് ആ വഴിക്ക് പോകും. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു അവയർനെസ്സിന് വേണ്ടിയാണ്. കാരണം ഇനി ആരും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് ചതികളിൽ വീഴാൻ പാടില്ല. 10ാം ക്ലാസ്സും +2 പഠിക്കാൻ വേണ്ടി 55,000 രൂപയ്ക്ക് മേളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് യാതൊരു വാല്യൂ അവർക്ക് ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് ഇവർ പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്തത്. പക്ഷേ അത് അവർക്ക് നടന്നില്ല. മറ്റൊരു കോഴ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിന് നടന്നില്ല. പിന്നെ എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ്? എന്ത് വാലിഡിറ്റിയാണ് ഈ സർട്ടിഫിക്കറ്റിനുള്ളത്? എന്ത് വാല്യൂ ആണുള്ളത്? ഏതൊരു ഉറുദു അങ്ങനെ സംഭവമാണ് ഈ സർട്ടിഫിക്കറ്റ് അവർ പറയുന്നത്. ഇതാണ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ പേരിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യവും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കേൾക്കാൻ പോകുന്നത് ഇവരുടെ സ്റ്റാഫുകൾ, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫ് ആദ്യം ഇവർ ഈ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കോഴ്സിന് വേണ്ടി ചെന്നപ്പോൾ ഇവരുടെ സ്റ്റാഫ് സംസാരിച്ച കാര്യങ്ങൾ അതൊന്ന് കേൾക്കാം. 55 ടോട്ടൽ എമൗണ്ട് വരുന്നത്. രണ്ടും കൂടി 55 എമൗണ്ട് വരുന്നത്. അതിലിപ്പോൾ 10 അടച്ചിട്ടുള്ളത്. ബാലൻസ് പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ട്. അതിലിപ്പോൾ നിങ്ങളൊരു 20 കൂടി അടച്ചിട്ടുണ്ടെങ്കിൽ 2ലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ മാക്സിമം പെട്ടെന്ന് അടയ്ക്കുക. കാരണം +2ൻ്റെത് നെക്സ്റ്റ് മന്ത് 10 നമുക്ക് ഡേറ്റ് വന്നത്. 10 or 15-നുള്ളിലായിട്ടാണ് ഡേറ്റ് വന്നത്. പക്ഷെ അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾക്ക് SLCയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് +2ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. SLCയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ +2ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പൈസ 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 എന്ന ഒറ്റ ചിന്ത മാത്രമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുടെ സ്റ്റാഫുകൾ സംസാരിക്കുന്നത് പൈസയെക്കുറിച്ച് മാത്രമാണ്. പിന്നെ ബിസിനസ് സ്ഥാപനമാണ്, അവർക്ക് പൈസ മാത്രം അറിഞ്ഞാൽ മതി, കിട്ടിയാൽ മതി. പക്ഷേ ഇങ്ങനെ വാലിഡിറ്റി ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പൈസ തട്ടിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവർ പ്രൂവ് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്ത് വാല്യൂ ആണ് ഉള്ളതെന്നുള്ളത് അവർ പ്രൂവ് ചെയ്യണം. ഈ കമ്പനിക്കാർ പ്രൂവ് ചെയ്യണം. ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി എന്ന് പറയുന്ന കമ്പനി പ്രൂവ് ചെയ്യണം. ബാക്കി കേൾക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മൾ +2ൻ്റെ 10th സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് +2ൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി +2ൻ്റെത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ
ഇപ്പോൾ നമ്മൾ കേട്ടത് ഇവരുടെ ആദ്യത്തെ സ്റ്റാഫിൻ്റെ വോയിസ് ആണ്. അതിനകത്ത് കമ്പലിംഗ് ആണ്. പൈസ അടയ്ക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് കമ്പൽ ചെയ്യുന്നതാണ്. ഇനി പൈസയിൽ അടച്ചു കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലയെന്ന് മനസ്സിലായതിന് ശേഷം അവരെ കോൺടാക്ട് ചെയ്യാണ്. ഇവരവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഇവർ കോൺടാക്ട് ചെയ്യാണ്. ഈ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് അവിടെ നിലവിൽ പ്രവർത്തനമില്ല, ഷിഫ്റ്റ് ചെയ്തു, അതിൻ്റെ പണികൾ നടക്കുവാണ് എന്നാണ് ആദ്യം പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഓഫീസിൽ ഇപ്പം നിലവിൽ ആരുമില്ല. പണിക്കാർ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ അഡ്മിഷൻസ് അതുപോലെ തന്നെ SSLC+2 എടുക്കാൻ ചാൻസ് കുറവാണ്. പുതിയ അഡ്മിഷനിൽ SSLC+2 എടുക്കാൻ കുറവാണ്. അപ്പോൾ നേരത്തെ എടുത്തവരോ? ഈ 55,000 രൂപ വെച്ചിട്ട് എത്ര പേരുടെ നിന്ന് മേടിച്ചിട്ടുണ്ടാവും? അവരുടെ കാശോ? സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ലെന്ന് പറയുന്നു. ഞാനിത് ജെമിനി ആപ്പ് വഴി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ജെമിനിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും തത്തുല്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരും. അതായത് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ തത്തുല്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇതിനാവശ്യമുണ്ടാവും. അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിൽ ഇത് വെറും കടലാസ് കഷ്ണം മാത്രം, വേറെ ഒരു വാല്യൂം ഈ സർട്ടിഫിക്കറ്റിന് ഉണ്ടാവില്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതെന്ത് ഉറുദു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറുദു ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് പറ്റിക്കുന്നത് എന്നുള്ളത്. ബാക്കി കേൾക്കാം. സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് ഇപ്പം കാലിക്കറ്റ് ഉള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ അപ്ഡേഷൻസ് ഉണ്ട്. എനിക്ക് ഇതുണ്ട്, അതായത് ഏജ് ലിമിറ്റ് വന്നിട്ടുണ്ട്. അതോടെ സെൻറ്റേഴ്സിന് വരുന്ന ലിമിറ്റേഷൻസാണ്. ഇതൊന്നും നേരത്തെ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ? ഏജ് ലിമിറ്റ് ഉണ്ട്, കാലിക്കറ്റിലുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടോ? ഓൺലൈൻ കോഴ്സിന് അങ്ങനെയുണ്ടോ? ഓൺലൈൻ സർട്ടിഫൈഡ് കോഴ്സ് കാലിക്കറ്റുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ നേരത്തെ അവരോട് പറയാത്തത്? പൈസ മതി, കാശ് മതി, വേറൊന്നും വേണ്ട. ദയവേത് ഇത്തരം സ്ഥാപനങ്ങളിൽ പോയി തല വെച്ച് ഉള്ള കാശ് നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് കഷ്ടപ്പെട്ടും, കാരണം ഈ മുന്നേ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ തന്നെ ആയിക്കോട്ടെ, മുന്നേ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ പഠിക്കാൻ വേണ്ടി താല്പര്യത്തോടെ ഇത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല, ജോലി ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ജോയിൻ ചെയ്യും, പൈസ കൊടുക്കും. അവസാനം പെട്ട് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് അയ്യോ ഞാൻ പെട്ട് പോയല്ലോ എന്നുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കൺസ്യൂമർ കോർട്ടിൽ പോയാലും കിട്ടിയാൽ കിട്ടി എന്ന് പറയാം. ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെ കിട്ടുമായിരിക്കും. പക്ഷേ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ബാക്കി സർട്ടിഫിക്കറ്റ് എന്തിനാ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുക വെച്ചാൽ നമ്മളെ മുകളിൽ നോക്കിയിട്ടാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് പിന്നെ നമ്മളത് ഇതാക്കണ്ടേ? അപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മൾ മുടക്കിയ എമൗണ്ടിൽ നമുക്ക് തിരിച്ചു വേണ്ടേ? അവർ മുടക്കിയ എമൗണ്ട് അവർക്ക് തിരിച്ചു വേണ്ടേ? അപ്പോൾ പൈസ മാത്രം മോട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ജോയിൻ ചെയ്യുന്നവരോട് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇവർക്ക് ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ വോയിസിൽ നിന്ന് മനസ്സിലാക്കാം. ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവർ പോയി എടുക്കാൻ പോയില്ല. അത് സംസാരിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് മുടക്കിയ കാശ് തിരിച്ചു കിട്ടണ്ടേ, നിങ്ങൾ വന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോകണം പൈസ തന്നിട്ട്. ഇതാണ് പറയുന്നത്. 55,000 രൂപ ചെറിയ എമൗണ്ട് ആണോ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 55,000 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ്. 5,50,000 രൂപയുടെ വാല്യൂ ഉണ്ടാവും. അത് മേടിച്ചിട്ടാണ് ഇമാതിരി ഉടായിപ്പ് പരിപാടികൾ കാണിക്കുന്നത്. പുറത്ത് കൊണ്ടുവരണ്ടേ? വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തരാം. ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി, ദയവേത് നിങ്ങൾ പോയി തലവെക്കരുത്. ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ആ ഒരു അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കരുത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി സ്ക്രീൻഷോട്ടുകൾ ഞാൻ വരും ദിവസങ്ങളിൽ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാം. ഇത് മെയിനായിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നിരന്തരമായിട്ട് ഈ കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുകയോ സംസാരിക്കുകയോ കുട്ടിയുടെ കോൾ എടുക്കുന്നേ ഇല്ല. ഈ കുട്ടി നിങ്ങൾ എൻ്റെ കോൾ എടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് വരെ അയച്ചു, റെസ്പോണ്ട് ഇല്ല. അപ്പോൾ നമ്പർ 1 ഉടായിപ്പ് സ്ഥാപനമാണ് എന്നുള്ള കാര്യം ആ കുട്ടിക്ക് മനസ്സിലായപ്പോഴാണ് അത് വന്നിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിയമപരമായിട്ട് എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് പറ്റുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ന് കൊടുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വിഷയം പബ്ലിക്കിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. സോ ആരും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തല വയ്ക്കരുത്. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങളൊരു സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ അവർ തരുന്ന സർട്ടിഫിക്കറ്റിന് എന്ത് വാലിഡിറ്റിയാണ് ഉള്ളത്, എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും, പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കോഴ്സ് ജോയിൻ ചെയ്യാവൂ. ഇല്ലെങ്കിൽ പൈസ നഷ്ടമാവും. അതിനൊരു സംശയവും വേണ്ട. വെറുതെ കൊണ്ട് തല വെച്ചതിന് ശേഷം പിന്നെ കൈകാലിൽ അടിച്ചിട്ട് ഒരു കാര്യമില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതിലൊരു മടിയും കാണിക്കരുത്. കാരണം ഇതുപോലുള്ള ആൾക്കാർ മുന്നേ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഇത്തരം ഉടായ്പ ടീമുകളെ പൂട്ടാൻ പറ്റുള്ളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത്തരം ഉടായ്പ ടീമുകളെ പബ്ലിക്കിലേക്ക് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എത്ര വലിയ കമൻറ്റ് ആയിക്കോട്ടെ, ഞാൻ ഉറപ്പായിട്ട് തന്നെ റിപ്ലൈ തരും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.